ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വലിയൊരു ഡൗൺ ട്രെൻഡിലാണ്. ഡൗ ജോൺസ് ഏകദേശം 1200 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 164 പോയിൻറ്റ്, നസ്ഡാക്ക് 554 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 106 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഒരു ഗ്യാപ്പ് ഡൗണിലുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിലിൽ നിഫ്റ്റിയിൽ നമ്മൾ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യത ഇല്ല. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ട് വരുവാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി. ഈ ഒരു ഡബിൾ ടോപ്പിൽ റെസിസ്റ്റൻസ് വന്നിട്ടില്ല. അതായത് വ്യാഴാഴ്ച അവസാനത്തെ സെഷനിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് റെസിസ്റ്റൻസ് ഉണ്ടായെങ്കിലും പക്ഷെ അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി, പിന്നെ മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, 24 100, 24 250 നമ്മളടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിരുന്നത്. കൃത്യം അവിടെ നിന്ന് നമുക്ക് അവസാനത്തെ അരമണിക്കൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്. മാർക്കറ്റ് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ 3 ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. 2 ഗ്യാപ്പാണ് കൃത്യമായിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ഗ്യാപ്പും 2 ഈ ഒരു ഗ്യാപ്പും. മൂന്നാമത്തെ ഗ്യാപ്പ് പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ക്യാൻഡിൽ അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ലായിട്ടില്ല. പക്ഷേ അത് വലിയൊരു ഗ്യാപ്പല്ല അവിടെ, എന്നാലും ചെറിയൊരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ അവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പം അതാണ് 3 ഗ്യാപ്പ് ഞാൻ പറയാൻ കാരണം. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നലെ ആരോ കമൻ്റ് ഇട്ടിരുന്നു, മാർക്കറ്റ് താഴെ വന്നതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് നല്ല സ്പീഡിൽ മാർക്കറ്റ് കയറി പോകുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് സ്ട്രെങ്ത് ഇല്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കാണിച്ചിട്ട്. ഒന്ന്, ഈ മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത്, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇത്രയും കയറി വന്ന സമയത്ത്, ആ സമയത്ത് ചെയ്ത പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻഡിലുകളെല്ലാം സ്ട്രോങ് ആണ്, എല്ലാം നല്ല ഗ്രീൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുകളാണ് അന്ന് എല്ലാ ദിവസവും ഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള മാർക്കറ്റല്ല, ഒരു സ്ട്രക്ചറല്ല ആ ദിവസങ്ങളിൽ നടന്നത്. മാർക്കറ്റ് എപ്പോഴും ക്യാൻഡിലുകളെല്ലാം കണക്റ്റിംഗ് ആയിരിക്കണം. കണക്റ്റഡ് ക്യാൻഡിലുകൾ മാത്രമേ ആ ഒരു മാർക്കറ്റിന് സ്ട്രക്ചറിന് ഒരു ബലമുണ്ടാവുകയുള്ളൂ. കൃത്യമായിട്ട് അന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വീണു. സെയിം അതേ പാറ്റേണിലാണ്. നല്ല സ്ട്രെങ്ത് ആണ്, ക്യാൻഡിലുകളെല്ലാം നല്ല സ്ട്രെങ്ത് ആണ്, പക്ഷേ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ സ്ട്രെങ്ത് അല്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാർക്കറ്റ് താഴോട്ട് വരുവാനുള്ള ഒരു സാധ്യത പറയുന്നത്. മാർക്കറ്റ് ഇനിയിപ്പം എന്തായാലും ഇന്നൊരു ഗ്യാപ്പ് ഡൗണ് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ ഫിബ് വരച്ച് പറഞ്ഞിരുന്ന ഈ ഒരു ഹൈ കൃത്യമായിട്ട് അത് തന്നെയാണ്. മാർക്കറ്റിൽ ഇനി സംഭവിക്കാൻ സാധ്യത ഉള്ള 2 കാര്യങ്ങൾ, മാർക്കറ്റ് കയറുന്ന സമയത്ത്, അതായത് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ, അതായത് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടില്ല ഈ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി പക്ഷേ മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നേരത്തെ റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി തിരിച്ചു വരാൻ സമയത്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പ്രീവിയസ് റെസിസ്റ്റൻസ് ഇനി അവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഈ ലൈൻ എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പം ഇനി ഉള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്, ബുള്ളിഷ് ആകാൻ സാധ്യതയുണ്ട്. കാരണം FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേൾഡ് മാർക്കറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബുള്ളിഷ് മോഡലോട്ട് പോകും. പക്ഷേ ഇവിടെ ഒരു
റീടെസ്റ്റിന് വന്നിട്ട് ഈ ഒരു സപ്പോർട്ടിലായി ഈ ഒരു നേരത്തെ പഴയ ഈ ഒരു റെസിസ്റ്റൻസിലായിരിക്കും സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ നിന്ന് നേരെ ഇവിടെ ഒരു റീട്രേസ്മെൻറ്റിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ലെവലിലോട്ട് 50% ഒരു റീട്രേസ്മെൻറ്റിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു ലെവലെന്ന് പറയുന്നത് പ്രീവിയസ് ഇവിടുത്തെ സപ്പോർട്ടാണ്. മാർക്കറ്റ് ഏകദേശം ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എന്താണ്? ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്തുള്ള ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു. അതുകൊണ്ടാണ് അതവിടെ നിന്ന് താഴോട്ട് പോയിട്ട് തിരിച്ചു കയറിയത്. ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 50% റിട്രേസ്മെൻറ്റിന് വന്നിട്ട് ചിലപ്പം ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതടുത്തൊരു മേജർ ലെവലായിരിക്കും. അതിൻ്റെ ലെവലെന്ന് പറയുന്നത് 22,692, 22,978. അപ്പം കൃത്യമായിട്ട് ഈ ഒരു റേഞ്ച് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കണം. അപ്പം ഇനി ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യുന്നവരോ കൃത്യമായിട്ട് മാർക്കറ്റ് ഈ രണ്ട് റേഞ്ചും എങ്ങോട്ടെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. അതായത് പഴയ ഈ ഒരു ടോപ്പ് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് സെല്ല് ചെയ്യാം ഈ ഒരു ലെവൽ വരയ്ക്കും. അല്ല ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ 24,100, 24,250 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം. അപ്പം ഈ രണ്ട് സോണിനും ഇടയ്ക്ക്, അതായത് 24,100, 24,250 ഈ ഡബിൾ ടോപ്പിനും ഇടയ്ക്ക് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. സെയിം ഇതേ പാറ്റേൺ തന്നെയാണ് സെൻസെക്സിലും വരുന്നത്. സെൻസെക്സിൽ നമ്മൾ വരച്ച ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം നിഫ്റ്റിക്കും സെൻസെക്സിനും സെയിം പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ ഈ ഒരു ടോപ്പ് ശ്രദ്ധിക്കുക. ഇതിലും സെൻസെക്സ് ഇവിടെ വന്നിട്ട് തിരിച്ചു കയറാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാം. അപ്പം സെൻസെക്സിലും ഈ രണ്ട് ലെവൽ നോക്കുക. ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പ്രതീക്ഷിക്കാം. മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും നല്ലൊരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോവാം. സെൻസെക്സിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെറിയൊരു CPR വരുന്നത് 203, 376 വരയ്ക്കും. ചെറിയൊരു നാരോ CPR എന്ന് പറയാം. സെൻസെക്സിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ CPRന് താഴെയാണൊരു ഗ്യാപ്പ് ഡൗൺ വരുന്നതെങ്കിൽ മാർക്കറ്റ് CPRന്ന് റീടെസ്റ്റ് ചെയ്ത് താഴോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ല CPRനുള്ളിൽ ഒരു ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കാം. ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. 79,162, 79,251. മുകളിലോട്ടുള്ളത് 79,644, 79,734. ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് നോക്കുക. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 78,905, 78,987 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഏകദേശം ഒരു 500 പോയിൻറ്റിൻ്റെ ഡൗൺ ട്രെൻഡിലോട്ട് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. 78,408, 78,490 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റിയിൽ CPR വരുന്നത് വൈഡ് CPR ആണെന്ന് തോന്നുന്നു. 24,018 തൊട്ട് 81 വരെ ഏകദേശം 70 പോയിൻ്റ് അടുപ്പിച്ചുള്ള 65-70 പോയിൻ്റ് അടുപ്പിച്ചുള്ള ചെറിയ വൈഡെന്ന് പറയാൻ പറ്റില്ല, നാരോ CPR തന്നെയാണത്. കാരണം ഇപ്പോൾ മാർക്കറ്റ് വോളറ്റാലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു CPR ചിലപ്പോൾ ട്രെൻഡിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. സെൻസെക്സ് പറഞ്ഞതുപോലെ തന്നെ
ഇതിനുള്ളിലൊരു ഗ്യാപ്പ് ഡൗൺ ഫ്ലാറ്റ് ഓപ്പണിങ് വരികയാണെന്നുണ്ടെങ്കിൽ സി പി ആറിന്ന് സപ്പോർട്ട് എടുത്ത് കയറും. സി പി ആറിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിലുള്ള ഒരു കൺസോൾട്ടേഷനാണ് സാധ്യത വളരെ കൂടുതൽ. 24,175, 24,195 തൊട്ട് 24,049, 24,081 വരെയുള്ള റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാം. അല്ല ഒരു സി പി ആറിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് നോക്കുക. 23,966, 23,987 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,820 തൊട്ട് 840 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയേ ഉള്ളൂ. വേറെ ലെവൽസ് ഒന്നും വലുതായിട്ട് വരച്ചിട്ടില്ല. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്ന നേരത്തെ ഡേ ക്യാൻഡിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് കൺസോൾട്ടേഷനാണ് സാധ്യത കാണുന്നത്. വരും 1-2 ദിവസങ്ങൾ ചിലപ്പം ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നതാണ്. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.